ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. മണിക്കൂർ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കട്ടായമായി പറഞ്ഞൊരു വിഷയം. ഞാൻ കഴിഞ്ഞ ദിവസം പല ഗ്രൂപ്പ് കയറി പ്രതികരിച്ചപ്പോ കമാ എന്നൊരക്ഷരം മിണ്ടാൻ APK സുന്നികൾക്ക് സാധിക്കാതെ പോയൊരു കാര്യം അതൊന്ന് ശ്രദ്ധിച്ചു. ഒരു 5 മിനിറ്റ് ഞാൻ അതിന് സമയം എടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. ഖുർആനിലെ 39-ാം അധ്യായം 60 മുതൽ 65 വരെയുള്ള വചനം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഖുർആനിലെ 31-ാം അധ്യായം 32-ാമത്തെ വചനം വായിച്ചു നോക്കിക്കേ. മക്കയിലെ മുശ്രിക്കുകൾ ശരിക്കും ശ്രദ്ധിച്ചോളി. കടലിൽ യാത്ര ചെയ്യുമ്പോ ആ കടലിൽ കപ്പൽ ആടി ഉലയ, കാറ്റ് വന്നു, മഴ വന്നു, മേഘം വന്നു, വമ്പിച്ചൊരു പ്രളയം വന്നു, ആ കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞ് മുങ്ങും എന്നൊരവസ്ഥ വന്നാൽ, ശരിക്കും കേട്ടോളൂ, അള്ളയാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു സെലഫിയുടെ വാക്കല്ല, ആരോടെങ്കിലുമുള്ള വിരോധം തീർക്കലല്ല, മനസ്സ് തട്ടി ഞാൻ പറയാണ്, പടച്ചോൻ പറയാണ്, കീഴ്വണക്കം നിഷ്കളങ്കമായി. ഈ പോയിന്റ് മുജാഹിദുകളും ശരിക്കും ഓർത്തോളി. യാതൊരു കറയുമില്ലാതെ അബൂജഹലിനെ കുറിച്ചാ പറയുന്നത്, അബൂലഹബിനെ കുറിച്ചാ പറയുന്നത്, വലീദ് മുഗീറയെ കുറിച്ചാ പറയുന്നത്. എന്താ പറയുന്നത്? നിഷ്കളങ്കമായി പടച്ചോനെ മാത്രം കടലിൽ വെച്ചവർ വിളിച്ചു. ശരിക്ക് ചിന്തിക്കേണ്ട പോയിന്റാണ്. 5 മിനിറ്റിന് ഞാൻ പ്രത്യേകം പറയുന്നത് അതുകൊണ്ടാണ്. ശരിക്ക് ചിന്തിച്ചു നോക്കിക്കേ. കടലിൽ വെച്ച് കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലയുമ്പോ ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഈസ, ഉസൈർ, മറിയം തുടങ്ങി മുഴുവൻ അമ്പിയാക്കളെയും മുഴുവൻ ഔലിയാക്കളെ അവർ ഡിലീറ്റ് ചെയ്തു. എവിടെ വെച്ച്? കടലിൽ വെച്ച്. അവരാരെയും അവർ ഓർത്തില്ല. പകരം അവരുടെ ഹൃദയത്തിൽ അവർ ആരെ പ്രതിഷ്ഠിച്ചു? അള്ളാഹുവിനെ കൊണ്ടുവന്നു. എങ്ങനെ? യാതൊരു കാപട്യവുമില്ലാതെ നിഷ്കളങ്കമായി. എന്നിട്ട് അവിടെ വെച്ചവർ റബ്ബിനോട് പറയാണ്, ഈ പ്രതിസന്ധിയിൽ ഈ പ്രതിസന്ധിയിൽ നാഥ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഈ പ്രതിസന്ധിയിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. എന്നിട്ട് അല്ല പറയാണ്, മാഷാ അല്ലാ, ഇതാണ് മനുഷ്യരെ ഞാൻ പഠിപ്പിച്ച തൗഹീദ്. ഇനി പറയുന്ന പോയിന്റ് ശരിക്കടി വരട്ടോ. ഇതാണ് മനുഷ്യരെ ഞാൻ പറയുന്ന തൗഹീദ്. പക്ഷെ നിങ്ങൾക്കൊരു തകരാറുണ്ട്. എന്താണ് ആ തകരാറ്? അടുത്ത വാചകത്തിൽ അല്ല പറയാണ്, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി, കരയിലെത്തിയാൽ നിങ്ങളതാ വിളിക്കണം മൊയ്തീൻ ശേഖനെ, നിങ്ങളതാ വിളിക്കണം മമ്പറന്തങ്ങളെ, നിങ്ങളതാ വിളിക്കണം CM മടവൂരിനെ. ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്ന് നോക്കൂ, കടലിൽ വെച്ച് നിങ്ങൾ അള്ളാനെ മാത്രം വിളിച്ചില്ലേ, ഈ വിളി നിങ്ങൾ കരയിലും വെച്ച് നടത്തിയാൽ യഥാർത്ഥ തൗഹീദായി, യഥാർത്ഥ ഇസ്ലാമായി. അള്ളയാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ മനസ്സ് തട്ടി നിങ്ങളോട് പറഞ്ഞോട്ടെ, കടലിൽ വെച്ച് റബ്ബിനെ മാത്രം വിളിച്ചപ്പോ അല്ല എന്താ പറയുന്നത്? ഇതാണ് തൗഹീദ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്താൽ മതി. ഇതേ റബ്ബിനെ കരയെന്നും നിങ്ങൾ വിളിച്ചാൽ മതി, എങ്കിൽ നിങ്ങൾ പക്ക മുസ്ലിങ്ങളായി. പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ്? കടലിൽ വെച്ച് നിങ്ങൾ പൂർണ്ണ മുസ്ലിം ആകുന്നു, കരയിൽ വെച്ച് നിങ്ങൾ അള്ളാന്റെ കൂടെ മഹാന്മാരെ വിളിക്കുന്നു. ഇതാണ് നിങ്ങൾക്കുള്ള ശിർക്ക്. സുഹൃത്തുക്കളെ, ഇതിങ്ങോട്ട് വേർതിരിയുന്നതോടുകൂടെ കാര്യം ഗംഭീരായി. ഇനി കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി എന്താ? അബൂജഹലിനേക്കാൾ ഈമാൻ കുറഞ്ഞ, അബൂലഹബിനേക്കാൾ ഈമാൻ കുറഞ്ഞ ഒരാളെ ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്. ആളുടെ പേര് ഇബ്രാഹിം ബുഖാരി ഖലീൽ തങ്ങൾ. ആരാണ്, എന്താണ്? നിങ്ങൾ കൂട്ടിയാൽ മതി. മൂപ്പര് കപ്പലിൽ യാത്ര ചെയ്യാൻ. എന്നിട്ട് ഖലീൽ തങ്ങൾ പറയണ, ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ മരണം അതാ മുന്നിൽ കാണുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, മരണം മുന്നിൽ കാണുന്നു, ഇനി ഒരു രക്ഷയുമില്ല എന്നുറപ്പായി. എന്നിട്ട് പറയാണ്, അപ്പോഴൊക്കെയും വിളിച്ചത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ, മൂപ്പര് ഉപയോഗിച്ച പദം അതുപോലെ ഉപയോഗിക്കാൻ ഞാൻ, ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷപ്പെടുത്താൻ മറ്റാരുമില്ല. നമ്മൾ ഇവിടെ നിന്ന് ചിന്തിക്കേണ്ട. അബൂജഹൽ കടലിലാവുമ്പോ എങ്ങനെയായിരുന്നു? അല്ലാഹുവേ, എന്നെ രക്ഷപ്പെടുത്താൻ നിനക്കല്ലാതെ ഒരു നബിക്കും ഒരു വലിയനും കഴിയില്ല എന്നായിരുന്നു ആര് പറഞ്ഞത്? അബൂജഹൽ കടലിൽ വെച്ച് പറഞ്ഞിരുന്നത്. അതിനെപ്പറ്റി അല്ലാഹ് എന്താ പറഞ്ഞത്? പക്കാ തൗഹീദ്. എന്നാ ഖലീൽ തങ്ങൾ കടലിൽ വെച്ചിട്ട് എന്താ പറയുന്നത്? ിൽ കുറെ മീറ്ററുകൾ ഉയരത്തിലതാ ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്.
പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽ ക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങൾ തപസ്സുലാക്കിക്കൊണ്ട്, ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും, റബ്ബേ എന്നെ എവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അതായത് ഒന്നുകൂടി പറയാം. അതായത് അബൂജഹൽ അവിടെ വെച്ചിട്ട് എല്ലാ അമ്പിയാക്കളെയും ഡിലീറ്റ് ചെയ്തു, എല്ലാ ഔലിയാക്കളെയും ഡിലീറ്റ് ചെയ്തു. അവർക്ക് അള്ള കൊടുത്ത കഴിവൊന്നും ബാധിച്ചില്ല, അവർക്കൊരു കഴിവില്ല എന്ന് വിശ്വസിച്ചു. ഇവിടെ നിന്നെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ് അബൂജഹൽ അംഗീകരിച്ചു. എവിടെ വെച്ചിട്ട്? കടലിൽ. നമ്മുടെ ഖലീൽ തങ്ങളുടെ അവസ്ഥ എന്താ? കടലിലും അല്ലല്ല, കരയിലും അല്ലല്ല. പറയൂ, അബൂജഹലിനാണോ ഈമാന്? ഖലീൽ തങ്ങൾക്കാണോ? ഞാൻ പറയുന്നു, അബൂജഹലിന്റെ ഈമാനിന്റെ അടുത്തേക്ക് ഖലീൽ തങ്ങളില്ല. ഖലീൽ തങ്ങൾ ഇവിടെ നിൽക്കുന്നു, അബൂജഹൽ ഇവിടെ നിൽക്കുന്നു. അബൂജഹലിന്റെ ഈമാൻ പോലും ഇസ്ലാമിൽ സ്വീകാര്യമല്ല, എങ്കിൽ ഖലീൽ തങ്ങൾ അത് സ്വീകാര്യമാവോ? ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. തലച്ചോറ് കല്ലിലിട്ട് അങ്ങ് അടിച്ച് തെറിപ്പിച്ച് കളി. ആ തലച്ചോറും വെച്ച് ജീവിക്കേ വേണ്ട. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവണില്ലെങ്കിൽ ഏത്? കടലിൽ വെച്ച് റബ്ബിനോട് വിളിച്ച അബൂജഹലിനെ അള്ളാഹ് പ്രശംസിച്ചു. നിങ്ങളോ കടലിലും അള്ളാനെ വിട്ടു, കരയിലും അള്ളാനെ വിട്ടു. നിങ്ങളെ മതം ഏതാണ് എന്ന് ഞാൻ വെറുതെ ചോദിക്കല്ല. അബൂജഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാം സ്വീകരിച്ചെന്തുകൊണ്ടാ? അതെങ്കിലും നിങ്ങൾക്ക് പഠിച്ചൂടെ? നോർഡൻ സിറ്റിയുടെ പ്രശ്നത്തിൽ ഞാൻ വിളിച്ചത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. ബുദ്ധിമുട്ടുണ്ടായപ്പോൾ, പ്രതിബന്ധമുണ്ടായപ്പോൾ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. പറയൂ, അബൂജഹലിന് പോലുമില്ലാത്ത ഈ പിഴവ് നിങ്ങൾക്ക് എങ്ങനെ സംഭവിച്ചു? ഇത് തിരുത്താനാണ് തസ്ഫിയ സമ്മേളനം. സത്യസന്ധമായി ഇത് പഠിപ്പിക്കാനാണ് തസ്ഫിയ സമ്മേളനം. കരയിലുമില്ല. ഇക്രിം എന്താ ചോദിച്ചത്? കടലിൽ വെച്ച് കാറ്റും കൂടും വന്നപ്പോ കപ്പിത്താൻ പറഞ്ഞു പടച്ചോനെ മാത്രം വിളിച്ചാൽ മതി. അപ്പൊ അബൂജഹലിന്റെ മകൻ ഇക്രിമ ചോദിക്കാണ്, ഇവിടെ ആരും വരൂലേ? വലിയകളൊന്നും ഔലിയാക്കളൊന്നും അമ്പിയാക്കളൊന്നും വരൂല്ല, ഇവിടെ അള്ളാഹ്ക്കല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഇക്രിമ പറയുന്നത് എന്താ അറിയോ? കടലിൽ അള്ളാഹ്ക്കെ രക്ഷപ്പെടുത്താൻ കഴിയൂ, എന്നാ പിന്നെ കരയിലും ഇത്ര തന്നെ പ്രയാസമില്ലാത്ത കരയിൽ ആ റബ്ബ് പോരെ. അതുകൊണ്ട് ഞാൻ കരയിലെത്തിയാൽ ഞാൻ മുഹമ്മദ് നബിയുടെ വഹാബിസം സ്വീകരിക്കും, ഞാൻ സമസ്ത കൂടാരം വിടും. ഇത് കേട്ടിട്ട് സമസ്തയെ തുടരുകയാണോ? ഹിദായത്തിന്റെ സമയമായിട്ടുണ്ടാവില്ല എന്ന് മാത്രം കരുതാൻ ഞങ്ങൾ ദുആ ചെയ്യും. ശരി, അടുത്തത്.